ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ സ്പെഷ്യൽ, ഇന്ന് ഹസ്ബൻഡ് ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ നല്ല അടിപൊളി തേൻ വരിക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ വിചാരിച്ചു, വലുതായിരുന്നു. അപ്പം ഞങ്ങൾ ആദ്യം തന്നെ അത് കട്ട് ചെയ്തു. പിന്നെ ഞങ്ങൾ എന്ത് കിട്ടിയാലും അടുത്ത് ഞങ്ങൾ ഒരു 5-6 വീട്ടുകാരുണ്ട്. അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാറുണ്ട്. പതിവ് പോലെ ഇന്ന് ഷെയർ ചെയ്തു. പെട്ടെന്ന് തന്നെ ഞങ്ങൾ വിചാരിച്ചു, ഞങ്ങൾക്ക് പിറ്റേ ദിവസം രാവിലെ എറണാകുളത്ത് നിന്ന് കണ്ണൂർക്ക് വരണം, ഈസ്റ്റർ ആയതുകൊണ്ട്. എന്നാൽ പിന്നെ വേഗം ഇച്ചിരി ചക്കയുടെയൊക്കെ ഉണ്ടാക്കാം, ട്രെയിനിലിരുന്ന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചക്ക റെസിപ്പി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ചക്കയുടെ അടയാണ്, ഗോതമ്പ് പൊടിയിലാണ് ഞാൻ ചെയ്യുന്നത്. ചക്കയൊക്കെ വൃത്തിയാക്കിയെടുത്തു. ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവി കയറ്റിയെടുക്കാം. വരിക്കച്ചക്ക ആയതുകൊണ്ടാണ് അങ്ങനെ. ആവശ്യത്തിനുള്ള തേങ്ങ ചിരണ്ടി ചക്കയും തേങ്ങയും നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഇത് വരിക്കച്ചക്ക ആയതുകൊണ്ട് ഞാൻ ആവിയിൽ വേവിച്ചെടുത്ത. കോഴിച്ചക്ക ആണെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റ് തന്നെ അത് മിക്സ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നന്നായിട്ട് തേങ്ങയും ചക്കയും കൂടെ മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം ഞാനിപ്പം ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. ഗോതമ്പ് പൊടി ഒന്ന് വറുത്തെടുക്കുന്നതായിരിക്കും കൂടുതൽ നന്നായിട്ടിരിക്കുക. ഗോതമ്പ് പൊടി കുറച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കണം. നല്ലോണം മിക്സാക്കി എടുക്കണം. നമ്മളിതിനകത്ത് വേറൊന്നും ഇപ്പം ചേർക്കുന്നില്ല. നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക. ഞാൻ ആദ്യം ശർക്കര അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അത് അരിച്ചിട്ട് വേണം ഒഴിക്കാൻ വേണ്ടി, ഇല്ലെങ്കിൽ എന്തെങ്കിലും കരടൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തോട്ട് പോകും. അപ്പം അതിന് ശേഷം നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കണം. ശർക്കര പാനി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തു. അതിന് ശേഷം കുറച്ചും കൂടെ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് കുറച്ച് തിക്കാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. വീണ്ടും നന്നായി യോജിപ്പിച്ച് കൊടുക്കണം. ഞാൻ എന്തായാലും ഉപ്പ് ചേർത്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം ബാലൻസ് ആകാൻ വേണ്ടി. പക്ഷെ ഞാൻ അങ്ങനെ ചേർക്കാറില്ല കേട്ടോ. അല്ലാതെ തന്നെ എനിക്കങ്ങനെ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ ചുക്കുപൊടി ചെറിയ ജീരകവും പൊടിച്ച് ചേർക്കാം. അത് വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഒരുമിച്ച് പൊടിയിട്ടിട്ടല്ല ഇളക്കുന്നത്, കുറച്ച് കുറച്ച് പൊടിയിട്ടിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നന്നായിട്ടത് യോജിച്ച് വരും. ഇപ്പം നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. നമുക്കിതെടുത്ത് അടയുണ്ടാക്കാം. ഞാൻ വാഴയിലയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം വാഴയിലയിൽ വെച്ചിട്ട് നന്നായിട്ട് കനം കുറച്ച് വേണം പരത്തിയെടുക്കാൻ, അല്ലെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, ഭയങ്കര കട്ടിയായിട്ടിരിക്കും. പിന്നെ ഗോതമ്പ് പൊടിയും കൂടെയാണല്ലോ. അപ്പോൾ ഞാൻ വേറൊന്നും ചേർത്തിട്ടില്ല. വേണമെങ്കിൽ നമുക്കിതിനകത്ത് റവയൊക്കെ ചേർക്കാം കേട്ടോ. ഞാനിപ്പം വെറുതെ നോർമൽ ഗോതമ്പ് പൊടിയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നൈസായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം. ഇഡ്ഡലിയില ഉണ്ടെങ്കിൽ കൂടുതൽ നല്ലത് അതായിരിക്കും, അതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ കൂടും. ഇഡ്ഡലി പാത്രത്തിൽ വെക്കുമ്പം ഒരേപോലെ തന്നെ വെക്കരുത്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊസിഷൻ ചേഞ്ച് ആക്കി വെക്കണം, അല്ലെങ്കിൽ അത് വേഗത്തില്ല. അപ്പോൾ എന്തായാലും ഇപ്പം വെന്തിട്ടുണ്ട്. കുറച്ച് നേരം ഞാൻ അടുപ്പത്ത് വെച്ചു. അതിൻ്റെ ഇലയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. എടുത്ത് നോക്കിയപ്പം നന്നായി വെന്തിട്ടുണ്ട്. അപ്പം നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണേ.